നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന അരണമരത്തെയാണ്. അശോകത്തൊലിയുടെ മായമായി ചേർക്കുന്ന ഇത് ആയുർവേദത്തിൽ ഒരു ജ്വരഹര ഔഷധമായാണ് പറയപ്പെടുന്നത്. പോളിലാന്തിയ ലോങ്ങിഫോളിയ എന്ന ശാസ്ത്രനാമത്തോടു കൂടിയ ഇതിൻ്റെ കുടുംബം അനോനേസിയയാണ്. സംസ്കൃതത്തിൽ ഇതിനെ അരള, കഷ്ടതരു എന്നെല്ലാം വിളിക്കുന്നു. ശ്രീലങ്കയാണ് ഇതിൻ്റെ ജന്മദേശം. തണലിനു വേണ്ടി നട്ടുവളർത്തുന്ന ഒരു കോണിഫറസ് ആകൃതിയിലുള്ള നിത്യഹരിത ചോലവൃക്ഷമാണിത്. ചെറുശാഖകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലും സ്തൂപികാഗ്രത്തോടു കൂടിയതുമാണ് ഈ വൃക്ഷം. ദീർഘകുന്താകാരത്തോടു കൂടിയതും അറ്റം കൂർത്തിരിക്കുന്നതുമായ ലഘുപത്രങ്ങൾ ഏകാന്തര ക്രമത്തിൽ 2 വരികളായാണ് ശാഖകളിൽ അടുക്കിയിരിക്കുന്നത്. ഇലകൾക്ക് കടും പച്ച നിറമാണ്. ഇവ ജ്വരഹരവും വേദനശമനവുമാണ്. ഏപ്രിൽ മാസത്തോടുകൂടി ഇളം പച്ച കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയ പൂക്കൾ വിരിയുന്നു. നക്ഷത്ര ആകൃതിയിലാണ് ഈ പുഷ്പങ്ങൾ കാണുന്നത്. ദീർഘഗോളാകാരത്തോടു കൂടിയതോ ഉരുണ്ടതോ ആയ ദ്രാക്ഷാപ്പഴങ്ങൾക്കും മഞ്ഞ കലർന്ന പച്ച നിറം തന്നെയാണ്. ഇവ ജൂലൈ മാസത്തോടു കൂടി പാകമാകുന്നു. ഇവ ഭക്ഷ്യോപയോഗ്യമാണ്. ഇതിൻ്റെ വേരുകൾ വലയുടെ ആകൃതിയിലാണ് പടർന്നു കാണുന്നത്. വിത്തുകൾ വീണ ഉടൻ തന്നെ ഉറുമ്പുകൾ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രജനനം കുറവാണ്. 30 അടിക്ക് മേൽ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിന് വലിയ ശാഖോപശാഖകൾ ഇല്ല. തൊലിയും കായുമാണ് ഇതിൻ്റെ ഗ്രാഹ്യഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. അരണമരം, ആ പേര് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല ഏകദേശം ഈ അരണ പോലെ ഇരിക്കുന്ന പറയാം. അത് മാത്രമല്ല, അത് ഏകദേശം ഈ അശോകത്തിൻ്റെ ഇലയുടെ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ അശോകത്തിൻ്റെ ഒരു ഡൂപ്പായിട്ട് ഇത് കൊടുക്കാറുണ്ട്. പക്ഷെ അത്ര ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ഗുണം വേറെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഇത് തണലിന് വേണ്ടിയാണ് ഇത് വെച്ച് പിടിപ്പിക്കുക. നല്ല തണൽ കിട്ടും. എപ്പോഴും ആ തണൽ മാത്രം, ആ തണലിനൊരു ശീതമുണ്ട്. അതായത് അതിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഇലകളിൽ നിന്ന് ഈ വാട്ടർ കണ്ടൻറ്റ് ധാരാളം പുറത്തേക്ക് പോകും. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഈ പനിക്കാണ്. ഇതിൻ്റെ തൊലി കഷായം വെച്ച് കഴിച്ചാൽ പനി കുറയും. ചെറിയ പനി, വലിയ പനിക്കൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഈ ഇല അരച്ചിട്ട് ഈ മുട്ടുവേദനയ്ക്കൊക്കെ ഇല അരച്ചിട്ട് ഒരു ലേപനാക്കിയിട്ട് മുട്ടിൽ പരട്ടി കഴിഞ്ഞാൽ ഈ സന്ധിവേദനകൾക്ക് കുറവുണ്ടാവും. പിന്നെ ഈ സർവാംഗം ഈ വേദനയുള്ള ആൾക്കാർക്ക്, അതായത് മസിലൊക്കെ കൊണ്ട് ഒരു കഴപ്പ് വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് വിട്ടുമാറാത്ത വേദനകൾ, അത് ഈ മസിലേക്കൊക്കെ ഈ രക്തോട്ടമൊക്കെ കുറഞ്ഞിട്ട് മസിലിൽ ഈ ലാക്റ്റിക് ആസിഡ് കെട്ടിക്കിടക്കാന്ന് പറയും. അങ്ങനത്തെ കണ്ടീഷനിൽ ഒരു ചിലവ് കുറഞ്ഞ ചികിത്സയിൽ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചൊരു കഷായമാക്കിയിട്ട് കഷായ ധാര ചെയ്യും ശരീരം മുഴുവൻ. അതൊരു അരമണിക്കൂർ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് ആ വേദന കുറയും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ.